സൂരജിന്റെ ടീച്ചറാണ്. അതെ മാഷ് ഇതെല്ലാരും കൂടെ ഒരുമിച്ച് കാണാണല്ലോ എടുത്ത്. ഇപ്പൊ കല്യാണം മാത്രം ചിന്തിച്ചിട്ട് യൂട്ടേണായി പോയ. കഴിഞ്ഞ ദിവസം മറ്റേ ആക്കി തീർക്കാൻ പോയില്ലേ, പോയോടെ ഒരു കല്യാണം പറയാൻ വന്നായിരിക്കല്ലേ കേറി ഇരിക്കും. ഇതൊക്കെ അച്ഛൻ തിരിച്ചെടുത്ത് വെച്ചാൽ കൊടുക്കൂല. ഇതെന്തിനാണാവോ? ഒരാള് അന്വേഷിച്ച് വന്നിട്ടുണ്ട് വീട്ടില്. ഒരാളല്ല, രണ്ടാളുണ്ടായിരുന്നു. ഇന്നലെ വന്നു, അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും വന്നേക്കാ. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ ആൾക്കാരുണ്ട്. ആൻഡ്രിയ വേദപാഠത്തിന് പോയല്ലേ? അടിപൊളി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG പഠിക്കുന്ന കുട്ടിയാ. കണ്ടാ എന്റെ ടീമാ. ഇത്തവണ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് വീഡിയോ കണ്ട കുറെ പേര് കാർ പോർച്ചിനെ പറ്റിയിട്ട് എടുത്തെടുത്ത് ചോദിച്ചു. അത് എവിടുന്നാ ചെയ്തത്, എങ്ങനെയാണ്, ആരാണെന്നൊക്കെ ഉള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. ഇത് ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള നിസി എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ജുനൈദാണ് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്തത്. അവർ ഈ ഭാഗത്ത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള കാർ പോർച്ചുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൾഫിലൊക്കെ കാണുന്ന ടൈപ്പ് സാധനമാണ്. സംഭവം നല്ല ഭംഗിയുള്ള കാർ പോർച്ചാണ്. 2 തൂണുകളിൽ മാത്രമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസും ലഭിക്കുന്നുണ്ട്. അതിന് ചുറ്റിലുള്ള ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അച്ഛൻ്റെ സംഭാവനയാണ്. അപ്പോൾ കണ്ണൂരിലും കാസർഗോഡിലും കോഴിക്കോടും ഒക്കെ ആയിട്ട് മലബാർ ഭാഗത്ത് ഒരുപാട് വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർ പോർച്ചിന്റെ സൈസിന് കണക്കായിട്ടാണ് അതിന്റെ ബജറ്റ്. നമ്മളിപ്പോൾ 2 വണ്ടിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൈസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. സോ നിങ്ങളുടെ സ്ഥലം വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് വേണ്ട ബജറ്റ് എത്രയാണെന്നുള്ളത് പറയും കേട്ടോ. അപ്പോൾ താഴെ നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. നിസി എഞ്ചിനീയറിംഗ് വർക്ക്സ്. എടി ഇതാ ഒരു പാർസൽ വരുന്ന. ഇതെന്താണ്, നമ്മൾ വെക്കേഷനിൽ വന്ന ദിവസം മുതൽ ഇങ്ങനെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ എന്തെല്ലാം ഓർഡർ ചെയ്ത് കൂട്ടിയേക്കണത്. ഇതിപ്പോൾ ആ സാധനം തിരിച്ചു കൊടുത്തു വിടാനുള്ളതാവുമല്ലോ, അതിന് വേറെ ആൾ വരും. എല്ലാ ദിവസവും ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് ഡെലിവറി ചെയ്യുന്നു, തിരിച്ചെടുത്തിട്ട് പോകുന്നു. ഇതെന്നെ പരിപാടി. അമ്മക്ക് പ്രാന്ത. ഇതെന്താന്ന് എല്ലാ ദിവസവും അമ്മ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ബെല്ലടിക്ക് വന്നിട്ട് സാധനം തന്നിട്ട് പോകുന്നു. നിനക്ക് ഉള്ളതൊന്നും പോരെ? അല്ല, ഇത് ഞാൻ ഒരു പുതിയ പെൺകുട്ടിയും കൂടെ വരികയാണല്ലോ, അപ്പൊ ഇച്ചിരി പൊട്ടും കൺമിഷൊക്കെ അതിനും കൂടെ വാങ്ങണല്ലോ. ഞാൻ എനിക്കും കൂടെ വാങ്ങി. നന്നായി. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പശുവിനെയും കൊണ്ട് പോണം. സായിജിന്റെ 2ാം ഘട്ട ഡ്രസ് എടുക്കൽ, താലി എടുക്കൽ, ഞാനോ സായിജിന്റെ 2ാം ഘട്ടം കേട്ടോ. 2ാം ഘട്ട, അതായത് ഒരു വട്ടം പോയി ഇനിയിപ്പൊ അടുത്ത ഇന്നത്തെ റിസപ്ഷൻ കാര്യങ്ങൾക്കുള്ള ഡ്രസ് എല്ലാം നോക്കാൻ വേണ്ടിട്ട് പോവാണ്. സായിജി വട്ടത്തിൽ 2ാം ഘട്ട. എത്ര വട്ടത്തോ? ഒന്ന് കിടക്കാണ് എങ്ങനെ 2? സ്വപ്നത്തിൽ പോലും ഞാൻ ഒന്നും കേട്ടിട്ടില്ല. അധ്വാനിക്കുന്ന മനുഷ്യൻ പുല്ലൊക്കെ ആയിട്ട് വരുന്ന പ്രസംഗമൊക്കെ പ്ലേ ചെയ്തോണ്ട് വരുന്ന. ഓക്കെ ബൈ ബൈ. നേരിട്ട് കല്യാണം വിളിച്ചാലേ പരാതികൾ ഉണ്ടാവും. നിങ്ങളെ കല്യാണം വിളിച്ചേ? എടാ ഇങ്ങനെ കല്യാണം വിളിച്ചാ പോണ്ട. വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ വാങ്ങിയിട്ട് ഇതാക്കി കഴിഞ്ഞാലേ പോണ്ടോ. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 16 കല്യാണമാണ്, 17 റിസപ്ഷൻ ആണ്. 2 പരിപാടിയിലും നിങ്ങളുടെ മഹനീയമായ സാന്നിധ്യം പ്രതീക്ഷിച്ചുള്ളൂ. അത് കേട്ടാ അവര് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നീ ഇപ്പൊ കല്യാണം പറയാന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടിലും പോകുമ്പോ നീ വീണ്ടും പിരിവിന് വരുന്നല്ല ആൾക്കാർ വിചാരിക്കാം. അതിനെ വരലില്ലെന്ന് പറയും. അതായത് ഈ നാട്ടിലെ വായനശാലയുടെ ക്ലബിന്റെ പാർട്ടിയുടെ എല്ലാത്തിന്റെയും പിരിവിന് ഇവരെന്നെ പോകാറുള്ളത്. കഴിഞ്ഞ ദിവസം മറ്റേ ആക്കി തീർക്കാൻ പോയില്ലേ, പോയോടെ ഒരു കല്യാണം പറയാൻ വന്നായിരിക്കല്ലേ കേറി ഇരിക്കുന്നത്. അല്ല, ആക്കി തീർക്കാൻ വന്നു കല്യാണം പറയാൻ വീണ്ടും വരാം. അയ്യോ, ഞങ്ങള് പുറപ്പെട്ടു. പുതിയ റൂട്ട് സ്റ്റാർട്ട് ചെയ്ത് സ്വാതന്ത്ര്യദിനത്തിന് കെട്ടി റീബണി ഇതുവരെ അയച്ചിട്ടില്ല. അതല്ലാണ്ട് പുതിയ ബസ്സൊന്നല്ല. പുതിയ റൂട്ടോ അങ്ങനെ പണ്ട് ശ്രീകണ്ഠാപുരത്ത് എനിക്ക് ആകെ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരേ ഒരു കട ഇതായിരുന്നു കേട്ടോ. അല്ലടാ, BSA ഹെർക്കുലീസ്. ഇതൊരു സൈക്കിളിന്റെ ഷോപ്പാ. അന്ന് സൈക്കിളിന്റെ അതൊക്കെ ഇങ്ങനെ പുറത്തുണ്ടാവും. എന്നിട്ട് പുള്ളി എനിക്ക് ഒരു സാധനം തന്നിട്ടില്ലല്ലോ. അച്ഛന്റെ കൂടെ പിടിച്ച 2 മുത്ത് ഫ്രീ ആയിട്ട് എടുത്തതുകൊണ്ടല്ലേ ഒരു സൈക്കിൾ ഫ്രീ ആയിട്ട് എടുത്തതാണ്. ആസ് ഓൾവേസ് നമ്മൾ യാത്ര തുടങ്ങി കഴിഞ്ഞാൽ ഒരു യു ടേൺ മസ്റ്റ് ആണ്. സായിജി ഭർത്താനൊക്കെ പറഞ്ഞ് വെച്ച് പിടിച്ച് പോകുന്നു. അങ്ങോട്ടായിരുന്നു പോണ്ടത്. ഒരു യു ടേൺ ഉണ്ടായാലേ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. പണ്ട് പറയലുണ്ട് ഒരു ബൈക്ക് പോയാൽ തിരിച്ചിറങ്ങാൻ പാടില്ല, അമ്മമെല്ലാം പറയും. പക്ഷെ നമുക്ക് തിരിച്ചിറങ്ങിയാലേ രാശിയില്ലെന്ന് തോന്നുന്നു. എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഒരു യു ടേൺ ഉണ്ടാവും. സക്സസ് ആവണമെങ്കിൽ ഒരു യൂട്ടേൺ നിർബന്ധം. ഇനി കല്യാണത്തിന് പോകുന്ന സമയത്ത് അഥവാ യു ടേൺ ഇല്ലെങ്കിൽ പോയിട്ട് യു ടേൺ എടുത്തിട്ട് വരാന്ന് പറയണ്ട കേട്ടോ. ഇപ്പൊ കല്യാണം മാത്രം ചിന്തിച്ചിട്ട് യൂട്ടേൺ ആയി പോയ. കൊറേ കാലം കൂടിയിട്ടാണ് ഇരിക്കൂർ ടൗണിലേക്ക് വരുന്നത്. ഇത് ഇരിക്കൂർ ബസ് സ്റ്റാൻഡാണ് ലെഫ്റ്റ് സൈഡില്. ഞങ്ങള് അച്ചാച്ചന്റെ വീട്ടില് കല്യാണം പറയാൻ വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കാഴ്ച. സായിജ് അത് വായിക്കും. അച്ചാച്ചന്റെ തട്ടുംപുറത്തെ ഒരു ശേഖരം സായിജ് വായിക്കാൻ പോവാണേ. വായിക്കും സായോ.
കിണ്ടി വിളക്ക് 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 കിണ്ടി വിളക്ക്. പാറ്റേൺ പോലെ അല്ലടാ അപ്പുറത്ത് ഒരു കുടം കിണ്ടി അങ്ങനെ വായിക്കേ. കൊണ്ടം കുടം കിണ്ടി വിളക്ക് കിണ്ടി വിളക്ക് കിണ്ടി വിളക്ക് കിണ്ടി ഞാൻ പോസ് ചെയ്യാൻ വേണ്ടി ഉള്ളിൽ കയറി. നമ്മള് ഇരുട്ടിയിലേക്കുള്ള വഴിയിലാണ്. നോക്കിയേ എന്ത് രസാ നോക്കിയ റോഡ്. ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നയനാനന്ദകരമായ ഫീൽ കിട്ടുന്ന വഴിയാണ്. ഇത് ഈ നയനാനന്ദകര ഇതൊക്കെ എന്റെ കയ്യിൽ ഇങ്ങനെ സാധനങ്ങളുണ്ട്. എന്താണ് മലയാളം ടീച്ചറാ പറഞ്ഞേ? നയനാനന്ദകരമായ കാഴ്ചകളല്ലേ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത്. നാക്കല്ലേ ഉപ്പും എരിവും കൂട്ടുന്ന നാക്കല്ലേ എന്ന് നമ്മൾ പറയുന്നതിന് പകരം ഉപ്പും നാക്കും കൂട്ടുന്ന എരിവല്ലേ എന്ന് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായ ഇല്ലല്ലോ? ഉപ്പും നാക്കും തെറ്റാ, നാവും പറയണ്ട. ഉപ്പും നാവും കൂട്ടുന്ന എരിവല്ലേന്ന് പറയാം. ശരിക്കും ഉപ്പ് എരിവും കൂട്ടുന്ന നാവല്ലേന്നാ ചോദിക്കേണ്ടത്. ഇതിപ്പോ എന്താ വിഷയം? എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്ന് പറഞ്ഞാന്ന് വേറൊന്നുമില്ല. അതായത് നാവിൽ എപ്പോഴും മധുരം മാത്രമല്ല ബാക്കിയുള്ള രുചികളൊക്കെ വരും. അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവാം. എന്നാലും നാക്കിന് പിഴക്കാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അർത്ഥമുണ്ടാവും. ഞാൻ നാക്ക് പിഴക്കുന്ന മാത്രാട്ടാ ചിന്തിച്ചിന്. ഈ സബ്ജക്ട് എന്റെ പൊന്നോ ഇതൊരു വിഷയമില്ല, ഒരു കാര്യമില്ലാത്ത സാധനമാണ്. ഇത് ഇഷ്ടായ നീ ഇടുന്ന അല്ല, ഈ സാധനം കാണുമ്പോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നുന്ന 5 കിലോ ഒക്കെ ഉണ്ട്. ആരും ഏറ്റെടുക്കും. ഇതിപ്പോ എന്റെ ആരും ഭാഗത്തില്ല. അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നു. ഇനി കാര്യമായിട്ടുള്ള ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ റെഡി ആവാണ്. അതായത് ഇന്നൊരു ഉദ്ഘാടന ചടങ്ങുണ്ട്. CRC ഫിറ്റ്നസ് സെന്റർ എന്ന് പറഞ്ഞിട്ട് പെരുന്തലേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ ചുറ്റുവട്ടത്തുള്ള സ്ഥലം. അപ്പൊ അതില് ഒരു ഘോഷയാത്രയും പരിപാടിയൊക്കെ ഉണ്ട് വരും. എന്നാ പിന്നെ കുറക്കണ്ടെന്ന് എഴുതിയിട്ട് അടിഞ്ഞൊരുങ്ങിയിട്ട് ഇറങ്ങിയിട്ടാണ്. ഇനിയിപ്പോ അങ്ങോട്ടാ പോണേ. ഇന്ന് രാവിലെ പോയ പരിപാടികൾ പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇത് ഈ കാര്യത്തിന് പോവാണ്. അയൽവാസി ഒരു ദരിദ്രവാസി. അതിന് ഞാനൊരു നാട്ടിൽ വന്നിട്ട് ഈ നിലത്ത് നിന്നില്ല. രാത്രിക്ക് പാതിരാത്രിക്ക് വരുന്നത് കാണാം കേട്ടോ. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ തന്നെ ഞാൻ എടുത്തു വെച്ചു. ഞങ്ങളുടെ അയൽക്കാരിയാണ് ഡെയ്സി ചേച്ചി. ഞാൻ വന്നിട്ട് ഇതുവരെയായിട്ട് പുള്ളിക്കാരിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും രാത്രിക്കൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ പരാതി പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ പുറപ്പെടാം. അമ്മയുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ അമ്മയുടെ ക്ലോസ് ഫ്രണ്ട് നിഷ ടീച്ചറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തവറൂൽ സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ തവറൂൽ സ്കൂളിലെ HM ആണ്. പ്ലസ് ബാക്കി നമ്മളിപ്പോ കൊറേ ബയോഗ്രഫി പറഞ്ഞു. നിയർ ആണ്, അവള് എഴുത്തുകാരിയാണ്, അവള് ലോക പ്രശസ്തയാണ്. അങ്ങനൊന്നുമില്ല, അത്ര പ്രശസ്തിയൊന്നുമല്ല. ഇപ്പൊ ഒരു കവിതാ സമാഹാരം. സൂരജിന്റെ ടീച്ചറാണ്. അതെ, എന്റെ ടീച്ചറാണ്. 1ാം ക്ലാസ്സില് പഠിക്കുമ്പോ 1ാം ക്ലാസ്സിൽ ഞാൻ ഷട്ടിൽ സർവീസ് ആയിരുന്നു. ഓർമ്മയുണ്ടോ? ഒരാഴ്ച ഇവിടെ പഠിക്കും, ഒരാഴ്ച അവിടെ പഠിക്കും. അവിടുന്ന് ഇവിടം വരെ സൂരജ് എന്റെ കൂടിയാ വന്നോണ്ടിരുന്നത്. ഓൾ ദ ബെസ്റ്റ്. പുതിയ കവിതാ സമാഹാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അശാന്തിയുടെ നൃത്തശാല, DC ബുക്സ് ഇറക്കിയത്. കണ്ടാ, നിങ്ങളെ കൂട്ടുകാരികളൊക്കെ മെയിൻ ആണ്. നിങ്ങളിങ്ങനെ നടന്നോ? അമ്മ പുസ്തകം എഴുതുന്നുണ്ട്. ആ എഴുതാനുള്ള അത് ഏത് കാലത്താന്നുള്ളതാണ്. ശരി, അപ്പൊ റിട്ടയർ ചെയ്യാൻ കാത്തിരിക്കുക. തൊട്ടടുത്ത ദിവസം മുതൽ എഴുത്താ. എന്റെ 1ാം ക്ലാസ്സിലെ മാഷ് ഇതെല്ലാരെയും കൂടി ഒരുമിച്ച് കാണാണല്ലോ എടുത്ത്. ആ, എന്റെ മാഷാണ് 1ാം ക്ലാസ്സില്. എന്റെ ക്ലാസ് മാഷാ. 1ാം ക്ലാസ്സിൽ ഞാൻ ഇടയ്ക്കിടെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ പോകുമ്പോ എന്നെ പിടിച്ചിരുത്തുന്ന ആളാ. കുറെ ദിവസങ്ങളായിട്ട് അമ്മമ്മയും അച്ചാച്ചനും ഞങ്ങളുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരുമ്പോ മൊത്തം കാടും പടലുമായിട്ട് ഇരിക്കുകയാണ്. കപ്പയൊക്കെ പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആരോ കല്യാണം പറയാൻ വന്നിട്ട് നിങ്ങളുടെ ഇവിടെ ഇല്ലാത്തോണ്ട് കല്യാണ കത്ത് ഇവിടെ വെച്ചിട്ട് പോയി. ദിവാകരൻ മാഷ് പോലും. ദേ മുറ്റൊക്കെ അടിച്ചു വരുന്ന നോക്ക അവള്. ഫോൺ വിളിക്കലായിരുന്നാ? ചൂലും പിടിച്ച് ഫോൺ വിളിക്കലായിരുന്നാ? നമ്മളൊരു കിളിക്കടയിൽ വന്നിട്ടാണുള്ളത്. വാങ്ങാം, ഇതിനെ വാങ്ങാമേ. ഇത് അച്ഛനും എന്റർടൈൻമെന്റ് ആയിക്കോളും. അതാരാന്റെ പറമ്പിലൂടെ കറങ്ങി നടക്കുന്ന ടീമല്ലേ.
അധ്വാനിക്കുന്നതിന്റെ വിഷയം എടുക്കുക. ആ റെയർ ആയിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോ നമ്മള് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന്റെ ഒരു കോമഡി ഉണ്ട്. ഈ സാധനം എടുക്കാൻ വേണ്ടി കൂട്ടിട്ട് വന്നത് കൈയോട് ചെലുത്തനെ കൂട്ടിട്ട്. അപ്പൊ ഇവിടുന്ന് ആരെങ്കിലും കൊണ്ട് പണിയെടുപ്പിക്കാന്നും കരുതിക്കൂട്ടി വന്നാണല്ലേ. അതെല്ലാം പോയതാ അച്ഛാ? അതെല്ലാം പോയതാ? ഹലോ. ഇത് ഓന് വേണം. നമ്മുടെ വീട്ടിലെ പഴയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചേട്ടന്മാര് വന്ന് അപ്പൊ കുറെ സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ മിറ്റത്തിട്ട് അതിൽ നിന്ന് അച്ഛൻ എല്ലാ സാധനം എടുത്തിട്ട് ഉള്ളിലേക്ക് കൊണ്ടു. ഇതൊന്നും കൊടുക്കൂല, ഇതൊന്നും കൊടുക്കൂല. ഇപ്പൊ നോക്കിയ പണ്ടത്തെ ടൈപ്പ് കമ്പ്യൂട്ടർ, പിന്നെ പഴയ ടൈപ്പ് പ്രിന്റർ, അതൊന്നും കൊടുക്കണ്ടെന്ന് ഇപ്പൊ പറയുന്നുണ്ടേ. കല്യാണ കാസ്റ്റൊക്കെ ഇട്ട് കാണുന്ന VCP ആണോ VCR ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് VCR ആ? VCR. ഇതൊക്കെ അച്ഛൻ തിരിച്ചെടുത്ത് വെച്ചാൽ ഇതൊന്നും കൊടുക്കൂല. ഇതെന്തിനാണാവോ? ഇത് വേറെന്തോ സാധനം. മ്യൂസിക് സിസ്റ്റം, വലിയ മ്യൂസിക് സിസ്റ്റം, അടിപൊളി. ഇത് CD ഒക്കെ ഇടാൻ പറ്റുന്ന 1, 2, 3 CD ഒക്കെ ഇടാൻ പറ്റുന്ന പഴയ മ്യൂസിക് സിസ്റ്റം. ഒടുവിൽ ഈ ചേതക്കിനെയും കൂടി നമ്മൾ പറഞ്ഞു വിടാണ്. പണ്ട് ഇവര് വന്ന് രാത്രിക്കാർ വന്നിട്ട് ഇത് കൊടുത്തു, എന്നിട്ട് പൈസ തന്നു. പിന്നെ എന്നിട്ട് നോക്കുമ്പോ സന്ധ്യ ആകുമ്പോ അവരെടുക്കാൻ വരുമ്പോഴത്തേക്ക് പൈസ അങ്ങോട്ടേ വിളിച്ച് സാധനം ഇങ്ങോട്ടേ വിളിച്ചു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ടോ ഇതിന്? അതായത് ഒരിക്കൽ കൊടുത്തിട്ട് അച്ഛൻ തിരിച്ചു വാങ്ങുവായത്. 2000 പോയതാ. എന്താണെന്നറിയോ? ഇത് ഐക്കോണിന്റെ DVD പ്ലെയർ. ഇത് ഇങ്ങനെ തുറക്കാം, ചെറിയ സാധനം. ഇതൊക്കെ വന്ന കാലത്ത് കൊണ്ടുവന്നതാ. അടിപൊളി സാധനം. അങ്ങനെ നമ്മുടെ ചേതക്ക് ഉൾപ്പെടെ കുറെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോയി. ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവരാൻ വന്നിട്ട് അത് കാര്യമായിട്ടൊന്നും പോയിട്ടില്ല. അതെ, ഈ സാധനം മാത്രം മെയിനായിട്ട് പോയത്. ഇന്നങ്ങനെ ചടപടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ആ സിൽവർ ബട്ടണിലേക്ക് ഒന്ന് എത്തിച്ചു തരുമോ? അപ്പോൾ താങ്ക് യു, ബൈ.